ഹായ് ഓൾ 2025 ഫെബ്രുവരി 2 നടന്ന സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റ് എയുടെ ഓർഡറിലാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടീഷൻ ഫോർ എ വെക്ടർ എ ടു ബി സോളിനോയിഡ്. ഒരു വെക്ടർ സോളിനോയിഡിലാന്ന് പറയുന്നത് എപ്പോഴാണ് അതിന്റെ ഡൈവേർജൻസ് 0 ആവും. അതായത് ഡെൽ ഡോട്ട് എ ഈക്വൽ ടു 0. ആ കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സോളിനോയിഡിൽ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. Second question, the period of function 3 cos pi by 4 t minus 1. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ. ടൈം പീരീഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 3 cos pi by 4 ഞാൻ അകത്തോട്ട് ഇടുവാണ്. pi by t മൈനസ് pi by 4. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട ടൈം പീരീഡ് ആണ്. ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇത് പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പൊ എ കോസ് ഒമേഗ ടി എന്നുള്ള ഒരു ഫോമിലാണ് ഇത് ഇരിക്കുന്നത് അല്ലെ. കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നുള്ള ഒരു ഫോമിലാണ് ഇക്വേഷൻ ഇരിക്കുന്നത്. സോ ഈ പൈ ബൈ 4 എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ ആയിരിക്കും ഇവിടുത്തെ. അപ്പൊ ഒമേഗ അറിയാമെങ്കിൽ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 പൈ ഒമേഗ ചെയ്താൽ മതി. അപ്പൊ 2 പൈ ഡിവൈഡഡ് ബൈ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ടിയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് ഇവിടെ വരുന്നത് 5/4 ആണ്. സോ ഒമേഗ ബൈ 5/4 ചെയ്യുമ്പോൾ 4 ഗെറ്റ് ക്യാൻസൽഡ്. 2 into 4 8 seconds. Option B is the correct answer. Next question. The mean and standard deviation are 20 and 4 respectively. Get the binomial expansion. Binomial expansion നമ്മൾ എങ്ങനെ എഴുതുന്നത്? P plus Q raised to n എന്നാണെങ്കിൽ അതിൽ പിയും ക്യൂവും എന്നും മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തമ്മിലുള്ള റിലേഷൻ നമ്മൾ അറിഞ്ഞിരിക്കുവാണെങ്കിൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സോ മീനിന്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ n into p is equal to മീൻ ആണ്. ഇവിടുത്തെ മീൻ എത്രയാ? 20 ആണ്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എൻ പി ക്യൂ ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അത് എത്രയാണ്? 4 ആണ്. നമുക്കറിയാം പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ക്യൂ എന്നുള്ളത് പി പ്ലസ് ക്യൂ 1 ആണെങ്കിൽ ക്യൂ ഇസ് ഈക്വൽ ടു 1 മൈനസ് പി എന്ന് എഴുതാലോ. സോ ഇവിടെ എൻ പി ഇൻറ്റു 1 മൈനസ് പി ഇസ് ഈക്വൽ ടു 4. സോറി, റൂട്ട് ഓഫ് എൻ പി ക്യൂ ആണ്. റൂട്ട് ഓഫ് എൻ പി ഇൻറ്റു 1 മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. സ്ക്വയർ ചെയ്യുമ്പോൾ എൻ പി ഇൻറ്റു 1 മൈനസ് പി ഇസ് ഈക്വൽ ടു 16. ഇതിൽ നിന്ന് നമുക്ക് എൻ പി എന്ന് പറയുന്നത് 20 ആണെന്ന് അറിയാലോ. അപ്പൊ 20 ഇൻറ്റു 1 മൈനസ് പി ഇസ് ഈക്വൽ ടു 16. 1 മൈനസ് പി ഇസ് ഈക്വൽ ടു 16/20. സ്മോൾ അത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2നെ 4 വെച്ച് കട്ട് ചെയ്യാണ്. 4/5. സോ പി ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? 1 മൈനസ് 4/5. പീനെ അപ്പുറത്തോട്ട് കൊണ്ട് 4/5 ഇങ്ങോട്ട് കൊണ്ടുവന്നു. Then P is equal to 1/5. P നമുക്ക് കിട്ടി. Then P plus Q എത്രയാ? 1 ആണ്. അപ്പൊ Q എത്രയായിരിക്കും? 1 minus 1/5 is equal to 4/5. So P യും കിട്ടി, Q യും കിട്ടി. ഇനി N കണ്ടുപിടിക്കണം. N into P is equal to 20 അല്ലേ. അപ്പം N into P എത്രയാ? 1/5 is equal to 20. That is N is equal to 5 അപ്പുറത്തോട്ട് പോകും. 20 into 5 is equal to 100. N കിട്ടി, P കിട്ടി, Q കിട്ടി. P എത്രയാണ്? 1/5 പ്ലസ് 4/5 ഹോൾ റൈസ് ടു 100. അതാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി is the correct answer. Which among the following is not true about the motion in a central force field? ഇതില് ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. ആംഗിൾ കോർഡിനേറ്റ് സൈക്ലിക് ആണ്. ആംഗിൾ കോർഡിനേറ്റ് സൈക്ലിക് ആവാൻ കാര്യം ആംഗിൾ ഓഫ് മൊമെന്റം കൺസേർവ്ഡ് ആണ്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ് സൈക്ലിക് ആയിരിക്കും. ഇനി ഓർബിറ്റൽ പ്ലെയിൻ ഈസ് പാരലൽ ടു ദ ഫിക്സഡ് ഡയറക്ഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ആംഗുലർ മൊമെന്റത്തിന്റെ ഡയറക്ഷനും ഓർബിറ്റൽ പ്ലെയിൻ പാരലൽ ആയിരിക്കും. അപ്പം നോട്ട് കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്. Has spherical symmetry if the force is along the distance from the fixed center. അതാണ് wrong option. Then fifth question, a particle of mass m moves in one-dimensional potential V of x is equal to kx square, where k is greater than 0. At the time t is equal to 0, the particle starts from rest at x is equal to a. If amplitude a is if a is the amplitude, then time period for the motion. അപ്പൊ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ടൈം പീരീഡ് ആംപ്ലിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണോ? അല്ല. ടൈം പീരീഡും ആംപ്ലിറ്റ്യൂഡും തമ്മിൽ യാതൊരുവിധ റിലേഷനും ഇല്ല. സോ ടൈം പീരീഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എ. 0 പോയിന്റ് എനർജി. 0 പോയിന്റ് എനർജി എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ കോൺസിക്വൻസ് ആണ്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? ബോത്ത് പൊസിഷൻ ആൻഡ് മൊമെന്റം നമുക്ക് ഒരുമിച്ച്, അല്ലെങ്കിൽ എനർജി ആൻഡ് ടൈം നമുക്ക് ഒരുമിച്ച്
ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് സീറോ പോയിന്റ് എനർജി എന്ന് പറയുന്നത്. സീറോ പോയിന്റ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ, ഒരിക്കലും എനർജി സീറോ ആവത്തില്ല. അത് തന്നെയാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും പറയുന്നത്. ഒരിക്കലും എനർജി സീറോ ആവത്തില്ല, പക്ഷെ അത് ഒരുമിച്ച് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സെവൻത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൊസിഷൻ റൈറ്റ് ബിറ്റ്വീൻ ട്രാൻസിഷൻ റൈറ്റ് ബിറ്റ്വീൻ ഐഗൺ സ്റ്റേറ്റ് ഇസ് ഡിസ്ക്രൈബ്ഡ് ബൈ, നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫെർമി ഗോൾഡൻ റൂൾ. ഫെർമി ഗോൾഡൻ റൂൾ എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് അതാണ്, ട്രാൻസിഷൻ റൈറ്റ് ബിറ്റ്വീൻ ഐഗൺ സ്റ്റേറ്റ്. Eighth question, if the energy of a particle is reduced to half, then the percentage increase in the de Broglie wavelength. So നമുക്കറിയാം ലാംഡ is equal to h by root of mv ആണ്. അത് കൈനറ്റിക് എനർജിയുടെ ടേംസിലേക്ക് ആക്കുമ്പോൾ root of 2me അല്ലെങ്കിൽ ke. ഇനി നമുക്ക് പുതിയ എനർജി ലാംഡ ഡാഷ് കണ്ടുപിടിക്കാം. ലാംഡ ഡാഷ് is equal to h by root of 2m. എനർജിക്ക് എന്ത് സംഭവിക്കും എന്ന് പറയുന്നത്, റെഡ്യൂസ് ടു ഹാഫ്. അപ്പം e by 2 ആവും. ഇതിലൊരു ചേഞ്ച് വന്നേക്കുന്നത് എന്താ, ഒരു റൂട്ട് 2 ഡിവിഷൻ വന്നു അല്ലെ. റൂട്ട് 2 മേലോട്ട് പോകുമ്പോ എങ്ങനെ വരും, റൂട്ട് 2 ഇൻറ്റു എച്ച് ബൈ റൂട്ട് ഓഫ് 2me എന്ന് എനിക്ക് എഴുതാലോ. ഈ 2 ഞാൻ മേലോട്ട് എടുത്തുന്നേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് ലാംഡ തന്നെയാണ്. സോ പുതിയ ലാംഡ ഇസ് ഈക്വൽ ടു റൂട്ട് 2 ലാംഡ എന്ന് വരും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, പെർസെന്റേജ് ഇൻക്രീസ്. പെർസെന്റേജ് ഇൻക്രീസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ലാംഡ ഡാഷ് മൈനസ് ലാംഡ ഡിവൈഡഡ് ബൈ ലാംഡ ഇൻറ്റു 100. അതായത് പുതിയ ചേഞ്ചിന് ശേഷമുള്ള വേവ് ലെങ്ത് മൈനസ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന വേവ് ലെങ്ത് ഡിവൈഡഡ് ബൈ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന വേവ് ലെങ്ത് ഇൻറ്റു 100. ഇത് എത്രയാണ്, റൂട്ട് 2 ലാംഡയാണ് അല്ലെ. റൂട്ട് 2 ലാംഡ മൈനസ് ലാംഡ ഡിവൈഡഡ് ബൈ ലാംഡ. ലാംഡ ലാംഡ ഗെറ്റ് ക്യാൻസൽ ഇൻറ്റു 100 എന്ന് പറയുമ്പോഴേക്കും റൂട്ട് 2ന്റെ വാല്യൂ എത്രയാണ്, 1.414. സോറി, ഇവിടെ എന്താണ്, എല്ലാ ലാംഡയും കൂടെ കട്ടായി പോവാണ്. ഇവിടെ 1 ഉണ്ട്. ലാംഡയെ നമ്മൾ പുറത്തോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. റൂട്ട് 2 ലാംഡ മൈനസ് ലാംഡ ബൈ 100. അപ്പൊ ലാംഡയെ നമ്മൾ പുറത്തോട്ട് എടുക്കുമ്പോഴേക്കും ലാംഡ ഇൻറ്റു റൂട്ട് 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ ലാംഡ ഇൻറ്റു 100 എന്ന് വരും. ലാംഡ ലാംഡ ഗെറ്റ് ക്യാൻസൽ. റൂട്ട് 2 എന്ന് പറഞ്ഞാൽ 1.414 മൈനസ് 1 ഡിവൈഡഡ് ബൈ താഴെ എന്താ ഒന്നുമില്ല 1 ഇൻറ്റു 100. അപ്പൊ എത്ര വരും, 0.414 ഇൻറ്റു 100, അതായത് 41.4 ഇൻറ്റു 100%. അപ്പൊ ആൻസർ എത്രയാണ്, ഓപ്ഷൻ ബി. ക്ലിയർ ആണല്ലോ. Ninth question, the position operator for a proton in momentum space is h cross dou by dou p. അടുത്ത അസേർഷൻ റീസൺ ആണ്. ദ ഐഗൺ ഫംഗ്ഷൻ ആർ ഓൾ ഈവൻ. ആണോ, ഐഗൺ ഫംഗ്ഷൻസ് എല്ലാം ഈവൻ ആണോ, അല്ല. അസേർഷൻ തന്നെ തെറ്റാണ്. അപ്പൊ തന്നെ എ അല്ല, ബി അല്ല, സി അല്ല. പിന്നെ എന്താ, ദ പാരറ്റീവ് ഫംഗ്ഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ, പാരറ്റീവ് ഓഫ് വേവ് ഫംഗ്ഷൻ ഓൾട്ടർനേറ്റ് വിത്ത് ഈച്ച് ഇൻക്രീസിംഗ് എനർജി ലെവൽ. അത് കറക്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്ലി ഗീവ്സ് ദ TDS ഇക്വേഷൻ. ഇത് നമുക്ക് മാക്സ്വെൽസ് ഇക്വേഷൻസ് 4 എണ്ണം യൂസ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ആണ്. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ എ ആണ്. TDS ഈക്വൽ ടു CV dt പ്ലസ് T dV by dt ഓഫ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ dP. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഫോർ എ പ്രോട്ടോൺ ഗ്യാസ് ഈസ്, എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി e⁻1 by e⁻2 beta E1 മൈനസ് എപ്സിലോൺ 1 മൈനസ് മ്യൂ പ്ലസ് 1. കാനോണിക്കൽ എൻസെമ്പിൾ ഈസ് റിലേറ്റഡ് ടു. എന്താണ് കാനോണിക്കൽ എൻസെമ്പിൾ എന്ന് പറയുമ്പോൾ എന്ത് ടൈപ്പ് ആണ്, അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ തെർമൽ ഇക്വിലിബ്രിയം ഓഫ് ദ സിസ്റ്റം ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. 14th question, what is the statistics will be applied to deuteron. Deuteron എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രോട്ടോൺ ഉണ്ടാകും, പിന്നെ എന്താവും, ഒരു ന്യൂട്രോണും ഉണ്ടാവും. ഇത് രണ്ടും എങ്ങനത്തെ പാർട്ടിക്കിൾസ് ആണ്, ഹാഫ് സ്പിൻ പാർട്ടിക്കിൾസ് ആണ് അല്ലെ. പ്രോട്ടോണും ഹാഫ് സ്പിൻ ആണ്, ന്യൂട്രോണും ഹാഫ് സ്പിൻ ആണ്. അപ്പൊ നമുക്ക് ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യാം, ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യാം. ഐഡന്റിഫൈ ദ കറക്റ്റ് ഓപ്ഷൻ അബൌട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മോഷണൽ EMF ഇൻ എ കണ്ടക്ടർ ഓഫ് ലെങ്ത് L മൂവിംഗ് അറ്റ് എ സ്പീഡ് v പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് V. അതായത് മോഷണൽ EMFന്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു BLV. അത് ഏത് ലോ ആണ്, ഫാരഡേസ് ലോ ആണ്. ഓപ്ഷൻ എ. The trajectory of a charged particle moving in a crossed electromagnetic field E perpendicular to V. Electromagnetic field ആവുമ്പോഴേക്കും ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ട്രജക്ടറി ഏതാണ്, സൈക്ലോയിഡലാണ്. The magnetic field at a distance r from a long straight line wire carrying steady current I is proportional to. അതായത് മാഗ്നറ്റിക് ഫീൽഡ്
ഐക്കും ആറിനും എങ്ങനെയാണ് റിലേറ്റബിൾ ആവുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ലോങ് സ്ട്രെയിറ്റ് വയറിൽ സ്റ്റഡി കറണ്ട് ക്യാരി ചെയ്യുന്ന ലോങ് സ്ട്രെയിറ്റ് വയറിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ്? ബി ഈസ് ഈക്വൽ ടു μ0I/2πr ആണ്. സോ ഐയുമായിട്ട് എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണ്. ആറുമായിട്ട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണ്. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. മോണോക്രോമാറ്റിക് നേച്ചർ ഓഫ് സോഴ്സ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ടെമ്പറൽ കൊഹറൻസ് ആണ്. ടെമ്പറൽ കൊഹറൻസ് ആണ് മോണോക്രോമാറ്റിക് നേച്ചറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ് ആസ് ഫാർ ആസ് റെക്ടാംഗുലർ വേവ് ഗൈഡ് ആർ കൺസിഡർഡ്? റെക്ടാംഗുലർ വേവ് ഗൈഡുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ബി ആണ് റോങ് ആയിട്ട് വരുന്നത്. TE10 has a highest cutoff wavelength അല്ല, ഹയസ്റ്റ് കട്ട് ഓഫ് അല്ല. That is the wrong answer. Identify the Lorentz gauge condition. Lorentz gauge condition ഏതാണെന്ന്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇലക്ട്രോഡൈനാമിക്സിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആൻസർ? ഡെൽ ഡോട്ട് എ ഈസ് ഈക്വൽ ടു 1/c², ഡോ ഫൈ ബൈ ഡോ ടി. Which of the following is connected to Morse energy curve? Morse energy curve ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? അൺഹാർമോണിക് ഓസിലേറ്റർ. അൺഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജി കർവിനെയാണ് നമ്മൾ മോസ് കർവ് എന്ന് പറയുന്നത്. The vibration producing change in electric dipole moment of a molecule yield ഏതാണ് ആൻസർ? IR സ്പെക്ട്ര. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ വൈബ്രേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെക്ട്രം ഏതാണ്? IR സ്പെക്ട്രം ആണ്. During an electronic transmission, the nuclear configuration of molecule experience no significant change. ഇത് ഏത് പ്രിൻസിപ്പിൾ ആണ്? നമുക്കറിയാം, ഫ്രാങ്ക്-ഓട്ടൻ പ്രിൻസിപ്പിൾ. 24th question, the Lagrange factor for 3p1 level of an atom. അപ്പം അത് 3p1 ആവുമ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കത് കാണാതെ പഠിക്കേണ്ടി വരും. ഇക്വേഷൻ എന്താണ്? 1 + j × j + 1 minus L × L + 1 plus S × S + 1 divided by 2j × j + 1. ഇത് പഠിക്കുമ്പോൾ ആദ്യം പ്ലസ്, ദെൻ ഒരു ഫ്രാക്ഷന്റെ അകത്ത് ആദ്യം രണ്ടാമത് നെഗറ്റീവ്, ദെൻ പ്ലസ്, ഇങ്ങനെയാണ് ഇത് പോകുന്നത്. സോ ഇതിൽ ജെ എന്താ, എൽ എന്താ, എസ് എന്താണെന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. 3p1 ആണ്. അപ്പം ഇത് എന്ത് ഫോമിലായിരിക്കുന്നത്? 2s + 1 LJ. ജെ എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലർ മൊമെന്റം, എൽ എന്ന് പറയുന്നത് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം, എസ് എന്ന് പറയുന്നത് സ്പിൻ ആംഗുലർ മൊമെന്റം. അപ്പം എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് പി ആണ്. അപ്പൊ എൽ ഈക്വൽ ടു എന്താണ്? 1 ആണ്. ജെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1 ആണ്. എസ് എന്തായിരിക്കും? എസ് ഹാഫ് ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. 2s + 1 is equal to 3 ആണ്. അപ്പൊ 2s is equal to 3 - 1 2 ആണ്. s is equal to 2/2 1 ആണ്. s 1 ആണ്. s 1 ആണ്, l 1 ആണ്, j 1 ആണ്. അത് ചെയ്ത് നോക്കണേ. എസ് സ്പിന്നൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഹാഫ് ആണ് നോക്കും. G is equal to 1 plus J എത്രയാണ്? 1. 1 × 1 + 1 2 minus L എത്ര? L 1 ആണ്. 1 × 1 + 1 2 plus S 1 ആണ്. 1 × 1 + 2 divided by 2 × J എന്താണ്? 1 × 1 + 1 2 is equal to 1 plus 2 minus 2 കട്ടായി പോയി. പിന്നെ 2/4 1/2 is equal to എത്ര വരും? 3/2. Answer is option C. The shortest wavelength produced in an X-ray tube operating at 300 kilo electron volt. എന്താ തന്നിരിക്കുന്നത്? എനർജി തന്നിട്ടുണ്ട്. വേവ് ലെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എക്സ്റേ ആണ് അല്ലെ? എക്സ്റേ ആകുമ്പോഴേക്കും ഈസ് ഈക്വൽ ടു hν എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ലൈറ്റിന്റെ എനർജി ഈസ് ഈക്വൽ ടു hν. ന്യൂ എന്ന് പറയുന്നത് hc/λ ആണ് അല്ലെ? സി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ്, hc/λ. ദെൻ കണ്ടുപിടിക്കേണ്ട ലാംഡയാണ്. അപ്പൊ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്. hc/e. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. 6.626 × 10⁻⁻34 ഇൻറ്റു സി എത്രയാണ്? 3 × 10⁻8 ഡിവൈഡഡ് ബൈ എനർജി എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 30 കിലോ ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പൊ 30 × 10⁻³ ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? 1.6 × 10⁻⁻19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് മറന്നു പോകരുത്. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 0.413 ആൻസ്ട്രം ആണ്. ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് സോഡിയം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
റൗണ്ട്സ് ഔട്ടർ മോസ്റ്റ് സ്റ്റേറ്റ് ഏതാന്ന് നോക്കണം.